ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വീടിനെ പറ്റിയാണ്. നിങ്ങൾ വിചാരിക്കും, ഒരു വീടിനെ പറ്റി പറയാൻ എന്തിരിക്കുന്നു അല്ലേ? വീടിനെപ്പറ്റി ഒട്ടേറെ പറയാനുണ്ട്. നമ്മുടെ ജീവിതം തളരുന്നതും വളരുന്നതുമെല്ലാം വീട്ടിനുള്ളിലാണ്. ഇന്ന് കേരളത്തിൽ ധാരാളം ബഹുനില മാളികകൾ കാണാൻ കഴിയും. അതിൽ ആൾതാമസമില്ലാത്ത ഒട്ടനവധി വീടുകളുണ്ട്. താമസമുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പേരായിരിക്കും അവിടെ താമസിക്കുന്നത്. അതിനെപ്പറ്റിയല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. വീട് എല്ലാവർക്കുമുള്ള ഒരു സുന്ദര സ്വപ്നമാണ്. വലിയ സുന്ദരമായ വീട് വയ്ക്കാനും അതിനുള്ളിൽ വിലപിടിപ്പുള്ള ആഡംബര വസ്തുക്കളും വില കൂടിയ ഫർണിച്ചറുകളും ഇട്ട് മനോഹരമാക്കുന്നതിനുമെല്ലാം നമ്മൾ ആഗ്രഹിക്കും. ധനവാന്മാരായ ആളുകൾക്ക് അതൊരു പ്രശ്നമേയല്ല. പക്ഷേ സാധാരണക്കാരനായ ഒരാൾക്ക് അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ, അത്തരം ഒരു വീടുണ്ടാക്കുന്നതിനായി തുടക്കമിട്ടാൽ അയാളുടെ മനസ്സമാധാനം അവിടെ അസ്തമിക്കുന്നു. തൻ്റെ സ്വപ്നസൗധം യാഥാർത്ഥ്യമാക്കാനായി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം മേടിച്ചും കയ്യിലുള്ളതെല്ലാം വിറ്റും വീടുപണി തുടങ്ങുന്നു. ഉദ്ദേശിച്ചതിൽ നിന്നും ചിലവുകൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങിപ്പോയില്ലയോ, പകുതി വച്ച് നിർത്താനും പറ്റത്തില്ല. ആളുകൾ എന്തു വിചാരിക്കും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ വീട് പണി പൂർത്തിയാക്കുന്നു. ഗൃഹപ്രവേശവും കഴിഞ്ഞ് ഇനി സ്വസ്ഥമായി പുതിയ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാമെന്ന് കരുതുന്നു. ഉറങ്ങാൻ പറ്റുമോ? വലിയ ഒരു കടം തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. ഇതെങ്ങനെ തീർക്കും? ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി കടന്നു പോകുന്നു. നമ്മളുടെ മറ്റാഗ്രഹങ്ങളും ജീവിത ചിലവുമെല്ലാം കുറയ്ക്കുന്നു. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാതെയാകുന്നു. വീട്ടിനുള്ളിൽ സമാധാനമില്ലാതാകുന്നു. മനസ്സിൻ്റെ വിഷമം നമ്മൾ ആരോടൊക്കെയോ തീർക്കുന്നു. അങ്ങനെ സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കുട്ടികൾ വലുതാകുമ്പോൾ അവർ കൂടുതൽ സൗകര്യങ്ങളുള്ള സിറ്റികളിലേക്ക് മാറുന്നു. നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയ ആ വലിയ വീട് ആൾതാമസമില്ലാതെ നിശബ്ദമായി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥ വരാതിരിക്കാനായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള, നമ്മുടെ വരുമാനത്തിൽ ഒതുക്കി നിർത്താവുന്ന തരത്തിലുള്ള ഒരു ചെറിയ വീട്, അതുമല്ലെങ്കിൽ നമ്മുടെ പൂർവികർ നമ്മൾക്ക് തന്നിട്ട് പോയ പഴയ വീടുകൾ, അതിൽ പലതും ഇപ്പോൾ വയ്ക്കുന്ന വീടുകളെക്കാൾ ബലമുള്ളതായിരിക്കും. അത്തരം വീടുകളെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കി എടുക്കണം. ആ വീടുകൾക്കുള്ളിൽ മനസ്സമാധാനത്തോടെ നമ്മുടെയും കുട്ടികളുടെയും ആഗ്രഹങ്ങളും നിറവേറ്റി ജീവിതം ആസ്വാദ്യകരമാക്കി സംതൃപ്തിയോടെ നമുക്കുറങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.